പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാഗമായ 2 ഭീകരരുടെ വീടുകൾ തകർത്തു. കശ്മീർ സ്വദേശികളുടെ വീടുകളാണ് തകർത്തത്. പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം എന്നത് പഹൽഗാമിൽ തീവ്രവാദ ആക്രമണത്തിന് കൂട്ടുനിന്ന 2 പ്രാദേശിക തീവ്രവാദികളുടെ വസതികൾ അഗ്നിക്കിരയാക്കിയ തല്ലിത്തകർത്ത ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി ശക്തമാക്കുകയാണ് ഇന്ത്യ. മെഡിക്കൽ വിസ ഉൾപ്പെടെ എല്ലാ പാക് വിസകളും റദ്ദാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. വിഷപ്പാമ്പുകളെ പോലെ ഭാരതത്തിന്റെ മതേതര ഹൃദയത്തിന്റെ മേൽ ആഞ്ഞാഞ്ഞു കൊത്തുന്ന ഒരു കൂട്ടം നികൃഷ്ട ജന്മങ്ങൾ നമുക്കിടയിലുണ്ട്. മീഡിയ വണി വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന വാർത്തകൾ മുഴുവൻ രാജ്യദ്രോഹപരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മതം ചോദിച്ചിട്ടാണ് കൊല നടത്തിയത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. മീഡിയ വൺ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല, ആ ഭീകരാക്രമണം നടത്തിയത് കശ്മീരികൾ പോലുമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ ഒരു ദൃക്സാക്ഷിയുടെ വിവരണം എന്ന നിലയിൽ മീഡിയ വൺ കൊടുത്തത് കേട്ട് ഞെട്ടിപ്പോയി. അവർ പറയുകയാണ് പട്ടാള വേഷത്തിലാണ്, പക്ഷെ കാവിയാണ് ധരിച്ചതെന്ന്. നന്നായിട്ടുണ്ട്. ഏത് പട്ടാളക്കാരനാണ് ഇന്ത്യയിൽ കാവി ധരിക്കുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അതുപോലെ താടിയില്ല, കണ്ടാൽ കശ്മീരിയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ മീഡിയ അവനോട് മാത്രം ഒരു ദൃക്സാക്ഷി പറയുന്നു. അത് മലയാളിയുടെ ദൃക്സാക്ഷി. ബോധപൂർവമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം ദുഷ്പ്രചരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. അല്പം പോലും രാജ്യസ്നേഹമില്ലാത്തത് കൊണ്ട്, അല്പം പോലും രാജ്യത്തെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് ഈ വൃത്തികെട്ട കഥ പറയാൻ ഇവർക്ക് സാധിക്കുന്നത്. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ.